വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് വളർച്ചയെന്നാണ് സാമ്പത്തിക റിപ്പോർട്ട് പറയുന്നത്. കേരളം ഉയർന്ന GSDP ഉള്ള രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. GSDP 6.19%. അതായത് നമ്മുടെ ആഭ്യന്തര വരുമാനം 6.19% വളർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. നിയമസഭയിൽ നിന്ന് നൃപൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നൃപൻ, കേരളത്തിന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്നാണോ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്? തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കം, കേന്ദ്രത്തിന്റെ പൂർണ്ണമായ അവഗണന, സാമ്പത്തിക പ്രതിസന്ധി മറികടന്നുകൊണ്ട് കേരളം ബഹുദൂരം മുന്നോട്ട് കുതിക്കുന്നു എന്ന് തന്നെയാണ് 2024-25 വർഷത്തെ വളർച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. 2024-25 വർഷം ഉയർന്ന വളർച്ച സംസ്ഥാനത്തിന് കരസ്ഥമാക്കാനായി GSDP-യിൽ 6.19% കേരളത്തിന് വളർച്ച കാണിക്കുന്നു എന്നതാണ് ഏറ്റവും പോസിറ്റീവായ ഘടകം. കേരളം ഉയർന്ന GSDP ഉള്ള ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് ധനക്കമ്മിയാണ്. ധനക്കമ്മി 3.02% ശതമാനത്തിൽ നിന്ന് 3.86% റവന്യൂ കമ്മി കൂടിയിട്ടുണ്ട്. 1.69% ശതമാനത്തിൽ നിന്ന് അത് 2.49% മാറിയിട്ടുണ്ട്. തനത് വരുമാനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2.7% കൂടിയിട്ടുണ്ട് എന്നതാണ്. തനത് നികുതി വരുമാനവും 3.1% കൂടി. ധനമന്ത്രി തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അടക്കം ഇത് പറഞ്ഞതാണ്. കാരണം കേരളം നേരത്തെ തന്നെ ഘട്ടത്തിൽ ഉണ്ടായ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന സാമ്പത്തിക പാതത്തിലേക്ക് കേരളം മാറും. അതിലേക്കുള്ള മാറ്റമാണ് കേരളം മാറാൻ പോകുന്നത്. അതുകൊണ്ട് തനത് വരുമാനത്തിലുള്ള വർധനവ്, അതോടൊപ്പം നികുതി വരുമാനത്തിന്റെ വർധനവും അത് കേരളം ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണ്. ഒപ്പം തന്നെ മലയാളികളുടെ പ്രതിശീർഷ വരുമാനം 1.90 ലക്ഷം രൂപയായി എന്നതാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നതാണ്. അത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമായി കണക്കാക്കുന്ന ഒന്നുകൂടിയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനം 2023-24 1,24,486 കോടിയിൽ നിന്ന് 2025 എത്തുമ്പോഴേക്കും 1,24,861 കോടി രൂപയായി ഉയർന്നിട്ടുമുണ്ട്. റവന്യൂ ചെലവ്, മൂലധന ചെലവും കൂടിയിട്ടുണ്ട്. റവന്യൂ ചെലവിന്റെ വളർച്ച 0.5% നിന്ന് 9.3% വർദ്ധിച്ചു എന്നതാണ്. അത് നമ്മൾ പണം ചിലവഴിക്കുന്ന തുകയുടെ വർധനവാണ്. മൂലധന ചെലവ് 0.48% നിന്ന് 8.96% മാറിയിട്ടുണ്ട്. അത് നമ്മൾ പുരോഗതിയുടെയും വളർച്ചയുടെയും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അടക്കം ഒരു സർക്കാർ എത്ര ഇടപെടൽ നടത്തുന്നു എന്നതിന്റെ കൂടി ഒരു അടിസ്ഥാന കാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി പലതരത്തിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ അടുത്താണ് വലിയ തരത്തിൽ കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ ഇതനുസരിച്ചുള്ള പ്രചരണങ്ങളും നടത്തിയത്. പക്ഷേ ആ പ്രചരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്ന് അടിസ്ഥാനപരമായ കണക്കുകൾ ആണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. ഉയർന്ന പ്രതിശീർഷ GSDP ഉള്ള ഇന്ത്യയിലെ ആദ്യ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുക. ഒപ്പം തന്നെ പ്രതിശീർഷ GSDP വിലയിരുത്തൽ 2024 കാലഘട്ടത്തിൽ 1,79,953 രൂപയിൽ നിന്ന് 2025 എത്തുമ്പോൾ ത്വരിത കണക്ക് പ്രകാരം 1,90,149 രൂപയായി ഉയർന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ സൂചകങ്ങൾ, സാമ്പത്തിക വളർച്ചയുടെ വിവിധ സൂചകങ്ങളിലൊക്കെ തന്നെ സാമ്പത്തിക അവലോകനത്തിൽ കേരളത്തിന് ഗണ്യമായ കുതിച്ചുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഞാൻ മുഖവരായി പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രം ഗണ്യമായി നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നു. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേന്ദ്രം വലിയ തോതിൽ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. വലിയ ഉയർച്ച നമ്മുടെ GSDP-യടക്കം ഉണ്ടായിരിക്കുന്നു, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിലടക്കം ഉണ്ടായിരിക്കുന്നു, പ്രതിശീർഷ വരുമാനത്തിലും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ദേശീയ ശരാശരിയേക്കാൾ വളരെയധികം മുന്നിലെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. നൃപനാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.